ടി.വി.കെ നേതാവും നടനുമായി വിജയ് തമിഴ്നാട്ടിൽ അത്ഭുതം സൃഷ്ടിക്കുമോ? തമിഴക രാഷ്ട്രീയത്തിൽ ഇത്തവണ ദളപതിക്ക് നിർണായക പോരാട്ടമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വിജയ് ഡൽഹിയിലെ CBI ഓഫീസിലായിരുന്നു. കരൂരിൽ ടി.വി.കെ റാലിക്കിടെ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിലെ മൂന്നാം വട്ട ചോദ്യം ചെയ്യൽ. 8 മണിക്കൂറാണ് വിജയ് CBI ചോദ്യം ചെയ്തത്. CBI ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നെങ്കിലും വൻ ആരാധക വൃന്ദത്തിനിടയിലൂടെയായിരുന്നു വിജയുടെ മടക്കം. 8 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടു. ജനുവരി 12, 19 തീയതികളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ വിജയ് നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് CBI വീണ്ടും വിളിപ്പിച്ചത്. വിജയ്ക്കൊപ്പം കരൂർ ദുരന്ത സമയത്ത് കൂടെയുണ്ടായിരുന്ന ഡ്രൈവറെയും CBI ചോദ്യം ചെയ്തു. കൂടാതെ കരൂർ MLA സെന്തിൽകുമാറിനെയും വരും ദിവസം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സാക്ഷി വിസ്താരവും തെളിവ് ശേഖരണവുമാണ് CBI നടത്തിവരുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും CBI കുറ്റപത്രം തയ്യാറാക്കുക. ചോദ്യം ചെയ്യൽ ചെന്നൈയിലേക്ക് മാറ്റണമെന്ന വിജയുടെ ആവശ്യം CBI അംഗീകരിച്ചില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് കരൂരിൽ വിജയുടെ പാർട്ടിയായ ടി.വി.കെ സംഘടിപ്പിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 41 പേർ മരിച്ചത്. പിന്നാലെ 1 മാസത്തിന് ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് CBI ഏറ്റെടുത്തത്. കരൂർ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് CBI നടത്തുന്നത്. മാർച്ച് 10-ന് ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി വിജയ് അസൗകര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യൽ ഇന്നത്തേക്ക് മാറ്റുകയുമായിരുന്നു. തമിഴ്നാട്ടിൽ ഈ മാസം 23-നാണ് തെരഞ്ഞെടുപ്പ്. തമിഴകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ടി.വി.കെക്ക് ഈ CBI നീക്കം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ക്രമീകരണങ്ങളിലെ വീഴ്ചയും ആൾക്കൂട്ട നിയന്ത്രണത്തിലെ പാളിച്ചകളുമാണ് CBI പ്രധാനമായും അന്വേഷിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.